ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിനകത്തൊരു ഇന്നലെ ഒരു സെൽ ഓഫ് വന്നു. 25,240 താഴെ നമ്മുടെ മാർക്കറ്റിംഗ് വന്നു. പ്രത്യേകിച്ച് വലിയ റീസൺസ് ഒന്നുമില്ല. മാർക്കറ്റിനകത്തൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാരണം മാർക്കറ്റിംഗ് താഴെ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ IT സ്റ്റോക്സിനകത്ത് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു ലാസ്റ്റ് മിനിറ്റിൽ. അതിൽ വീഴ്ചയുടെ പെട്ടെന്ന് ഒരു വീഴ്ച എന്ന് പറയുന്നത് ലാസ്റ്റ് മിനിറ്റിൽ ഒരു റിലയൻസിനകത്തൊരു സെൽ ഓഫ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സെല്ലിങ് കാരണം റിലയൻസ് 1400 താഴേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഒരു വലിയൊരു ഘടകമാണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ ഇത് നേരത്തെ ഞാൻ വരച്ച് വെച്ചിരുന്ന ഒരു ചാർട്ടാണ്. നിഫ്റ്റി 50യുടെ ചാർട്ട് നോക്കിയാൽ ഇത് ആക്ച്വലി ഞാൻ ഇന്നലെ എപ്പോഴോ വരച്ച് വെച്ചിരുന്ന ഒരെണ്ണമാണ്. ഇതിൻ്റെ എക്സ്റ്റെൻഡിൽ ആക്ച്വലി ക്ലിയർ ആയിട്ട് വന്ന് ടച്ച് ചെയ്തു. ഇറ്റ് ഹാപ്പൻസ്. കൃത്യമായിട്ട് അവിടെ വരും, ആ ഒരു പോയിന്റ് വരും എന്ന് വിചാരിച്ചിട്ട് വരയ്ക്കുന്നതല്ല. താഴേക്ക് വീഴാനുള്ളൊരു സാധ്യതയും ഉദ്ദേശിച്ചിട്ട് വെറുതെ വരച്ച് വെച്ചിരുന്നതെന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു പെർഫെക്റ്റ് മൊമെൻറ്റിൽ വന്ന് തട്ടി എന്നുള്ളത് ഒരു കോയിൻസിഡൻസ് മാത്രമാണ്. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഈ ഒരു ക്യാൻഡിൽ വന്ന് ഹിറ്റ് ചെയ്തിരിക്കാം. ഇല്ല, ഇത് തൊട്ട് മുന്നത്തെ ക്യാൻഡിൽ തന്നെയാണ് വന്ന് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലൊരു ഇത് കാണുന്നുണ്ടോ, ഒരു അത്യാവശ്യം നല്ലൊരു മൊമെൻ്റ് കയറി. അപ്പോൾ മൊമെൻ്റത്തിന് ശേഷം അതിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് യൂഷ്വലാണ്. മാർക്കറ്റിൻ്റെ ഒരു കയറ്റവും ഇറക്കവും എപ്പോഴും മാർക്കറ്റിൽ ഇങ്ങനെ ഇറങ്ങി കയറി തിരിച്ചിറങ്ങി, അതായത് എവിടെയാണോ റെസിസ്റ്റൻസ് എത്തിയത് അവിടെ ബ്രേക്ക് ചെയ്തതിന് ശേഷം അത് റീടെസ്റ്റ് ചെയ്യാണ്. കൃത്യമായിട്ട് ഞാൻ ഈ ഒരു ലൈൻ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ, ഞാൻ ഈ ലൈന് വെറുതെ ഒന്ന് വരയ്ക്കുകയാണ്. ഇത് കാണുന്നുണ്ടോ? എവിടെയാണോ റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്തത് അത് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ക്യാൻഡിൽസ്. ഇത് കാണുന്നുണ്ടോ? ഈ ക്യാൻഡിലുകൾ കാണുന്നുണ്ടോ? എവിടെയാണ് സപ്പോർട്ട് എടുത്തത്, എവിടെയാണ് ഇപ്പോൾ സപ്പോർട്ട് എടുത്തത്? പെർഫെക്റ്റാണ്. എന്നാൽ ഇതിനെ കംപ്ലീറ്റ്ലി കണ്ണുടച്ച് ഇത് തന്നെയാണ് ട്രേഡിംഗ് എന്ന് വിശ്വസിക്കണം എന്നില്ല. അത് അങ്ങനെ ആവണം എന്ന് നിർബന്ധമില്ല. ഈ ഒരു ഏരിയയിൽ വന്ന് ടച്ച് ചെയ്യുന്നുണ്ടോ, അതാണ് നമുക്ക് അവിടെ ക്യാച്ച് ചെയ്യാനുള്ളത്. ഞാനൊരു ലൈൻ വരച്ചു, ഈ ലൈൻ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് പ്രൈസ് ആക്ഷൻ എന്നുള്ളതില്ല. ഒരു ഏരിയയിൽ വരുമ്പോൾ കളക്റ്റീവ്ലി മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതാണ് ട്രേഡിംഗ്. ഇല്ലെങ്കിൽ അവിടെയാണ് നമുക്ക് എൻട്രിയും എക്സിറ്റും വരാറുള്ളതെന്ന് പറയാം. അപ്പോൾ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു ഏരിയ എത്തുമ്പോഴേക്കും മാർക്കറ്റിന് ഒരു ബൈയിങ് ഒരു സിറ്റുവേഷൻ, അവിടെ ടച്ച് ചെയ്ത് തിരിച്ചു പോകാനുള്ളൊരു സിറ്റുവേഷൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാർക്കറ്റിൽ ഇന്ന് എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് പിടിയില്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം മാർക്കറ്റിൽ ആൾക്കാർ ഡിസൈഡ് ചെയ്യുന്നത് ഇന്നത്തെ ദിവസം അങ്ങനെയാണ്. മാർക്കറ്റ് ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ ആൾക്കാർ എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നു, അതായത് ബയ്യറും സെല്ലറും ഇല്ലെങ്കിൽ നമ്മുടെ റീറ്റെയിലേഴ്സ് എങ്ങനെ മാർക്കറ്റിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും ഇനിയുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് സപ്പോർട്ട് എത്തേണ്ട ഒരു ഏരിയ നമ്മൾ സപ്പോർട്ട് ഹിറ്റ് ചെയ്തു. 25,100 ടു ഈ ഒരു 25,200 ഇടയിൽ ഇങ്ങനെ വന്നത് സപ്പോർട്ട് എടുത്ത് തിരിച്ചിരി കയറി പോകേണ്ടതാണ്. എൻ്റെ പേഴ്സണൽ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. നോക്കാം മാർക്കറ്റ് എങ്ങനെ വരുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് ഒരു 3-4 പൊസിഷൻ കയ്യിലുണ്ടായിരുന്ന ഒരു വീക്കായിട്ടുള്ള പൊസിഷൻസ് ഞാൻ ഒഴിവാക്കി ഇന്നലെ തന്നെ. ഈ ഒരു ഇവിടെ ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. ഇന്നലെ ആദ്യത്തെ ക്യാൻഡിൽസിൽ 3 ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പോയി മാർക്കറ്റിൽ നിന്ന് മാറി. അതിനുശേഷം മാർക്കറ്റ് ഇത് താഴോട്ട് വരുന്നത് കണ്ടപ്പോൾ ഈ ഒരു ക്യാൻഡിലൊക്കെ എത്തിയപ്പോഴേക്കും ആക്ച്വലി അത് തിരിയുന്ന ഈ ഒരു ക്യാൻഡിലൊക്കെ കാണുമ്പോൾ തന്നെ ഞാൻ അവിടെ യൂഷ്വലി നമ്മൾ പി എടുക്കാറാണ് പതിവ്. പുറത്ത് നിൽക്കുന്നത് കാരണം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വിംഗ് പൊസിഷനിൽ വലിയ മെച്ചമില്ലാതിരുന്ന 1-2 സ്റ്റോക്സിനെടുത്ത് ഒഴിവാക്കി. എന്നിട്ട് ശരി, മാർക്കറ്റിന് എങ്ങോട്ട് പോയാലും വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിക്ക് ഞാൻ അതിനെ അങ്ങ് വിട്ട് കളഞ്ഞു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റിൽ ആ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിന്യൂസ്ലി വന്നു. ഇനി അടുത്ത് തിരിച്ച് വരുമ്പോൾ മാർക്കറ്റ് ഈ ഒരു ഏരിയയ്ക്ക് മേളിൽ ഇവിടെ ഒരു ബോക്സ് ഞാൻ വരച്ചാൽ ഇതിൻ്റെ മേളിൽ കയറുമ്പോൾ ഞാൻ അതിനകത്ത് വീണ്ടും പുതിയ പൊസിഷൻസ് ആഡ് ചെയ്യും എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി 3 സ്റ്റോക്സ് നമ്മുടെ ഗ്രൂപ്പിനകത്തും നമ്മുടെ ചാനലിനകത്തും ഞാൻ ഇട്ടിട്ടുണ്ട്. വാച്ച് ചെയ്യുക. മാർക്കറ്റിൽ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നതിന് ശേഷം അതിനെ നിങ്ങൾ കൺസിഡർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഓൺ അനാലിസിസ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. ഓക്കെ, അടുത്തത് ഇനി എന്താണ് ഇതിൻ്റെ സിറ്റുവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25,100 താഴെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു 25,000 ഇല്ലെങ്കിൽ 24,960 വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇത്രയും ഒരു ഫോള് അവിടെ എക്സ്പെക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയ അപ്പോൾ 24,960, 24,880, 24,800 ആണ് ഇതിൻ്റെ താഴേക്കുള്ള 3 ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 960
100 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25,000 അടുത്ത് ഒരു ഏരിയാസ് ഉണ്ട്. സോറി, അടുത്ത് 960, 880, 800. 960, 800 ആലോചിച്ചിരുന്നാൽ മതി. മേളിലേക്ക് 100 കഴിഞ്ഞ് കഴിഞ്ഞാൽ 240. ഇപ്പോൾ നമ്മൾ 200 താഴെയാണ് നിൽക്കുന്നത് അല്ലേ. 240, അതായത് ഈ ബോക്സിൻ്റെ മേളിൽ ക്ലോസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇന്നലെ ഈ ബോക്സിന് മേളിൽ വരുന്നത് കാരണം ഓപ്പൺ ചെയ്തു, എന്നിട്ട് താഴേക്ക് പോയി, എന്നിട്ട് തിരിച്ച് വന്ന് എപ്പോഴാണോ ഇതിൻ്റെ മേളിലേക്ക് കയറുന്നു എന്ന് കണ്ടത് അപ്പോഴാണ് എൻ്റെ ഫസ്റ്റ് CE ട്രേഡ് ട്രിഗർ ചെയ്തത്. അപ്പോൾ അതിന് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. വീണ്ടും CE ട്രിഗർ ചെയ്തു. അതിനകത്ത് വീണ്ടും 2 ട്രേഡ് കൂടെ എടുത്തു പോയി. അപ്പോൾ ഓപ്പണിംഗ് റേഞ്ച് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവുക. ട്രേഡിന് ഒരു ഐഡിയ വെച്ചിട്ടായിരിക്കും നമ്മൾ ട്രേഡിൽ ആ ഐഡിയ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി എടുക്കണം. ഒരുപാട് ദിവസമായിട്ട് ഓപ്ഷൻ ബൈയിങ് ചെയ്യാതിരുന്ന ഞാൻ അവിടെ ഒരു എൻട്രി ട്രിഗർ ചെയ്യുമ്പോൾ ഞാൻ അവിടെ മാറി നിന്നിട്ട് കാര്യമില്ല. എൻ്റെ സ്പെസിഫിക്കേഷൻസ് വാലിഡേറ്റ് ചെയ്യുന്ന ട്രേഡ് വന്നു കഴിഞ്ഞാൽ അവിടെ എൻട്രി എടുക്കുക തന്നെ വേണം. സോ എൻട്രി എടുത്തു, അതിന് SL കീപ്പ് ചെയ്തു. അന്നത്തെ ലോ തന്നെയായിരുന്നു എൻ്റെ SL. ഓക്കെ, അപ്പോൾ ഇനി ആലോചിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയ്ക്ക് മേളിൽ വരണം. ഇത് ഈ ഓപ്പൺ ചെയ്ത് ഇന്നലെ പോയ അതേ ബുള്ളിഷ് ഏരിയയ്ക്ക് മേളിൽ വന്നു കഴിഞ്ഞാൽ 240 മേളിൽ കുറച്ചുകൂടെ ഒരു ഗ്യാപ്പ് വിട്ടുള്ളൂ. 250 മേളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്നലെ ഹിറ്റ് ചെയ്ത ടാർഗറ്റ് ഏരിയ എന്തായിരുന്നു? 320, 340 റേഞ്ച്. 350 യഥാർത്ഥ റേഞ്ച് എന്ന് പറയുന്നത്. 350 ഇന്നലെ വന്നില്ല. അതിനു മുമ്പ് സെൽ ഓഫ് വന്നു. അപ്പോൾ 350 റേഞ്ചിലോ 320 മേളിലുള്ള ഒരു റേഞ്ചിൽ ഈ ഒരു ക്യാൻഡിൽ സെല്ല് ചെയ്ത് വന്ന ഏരിയ 315. അപ്പോൾ 320 റേഞ്ചിൽ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യാം. അടുത്ത് 440 റേഞ്ചിൽ, ഇത് ഈ ക്യാൻഡിലിൻ്റെ ഹൈ 440. 440 റേഞ്ചിൽ നിങ്ങൾക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാം. അപ്പോൾ മാർക്കറ്റിൽ ഇനി കളക്റ്റീവായിട്ട് അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് ഈ ട്രേഡിനെ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. എക്സ്പയറി ആണ്, അപ്പോൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. കറക്റ്റ് മൊമെൻറ്റിൽ, നിങ്ങൾ എടുക്കുന്ന മൊമെൻറ്റിൽ നിന്ന് പ്രൈസിന് മൂവ്മെൻറ്റ് കിട്ടുന്നില്ല, ഇല്ലെങ്കിൽ ഇൻഡെക്സ് മൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കൊടുക്കുക. ബൈയിങ് പ്രൈസിൽ തന്നെ ആ പ്രീമിയം ഒഴിവാക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ ട്രേഡറിനോട് പറയാനുള്ളത്. ബിക്കോസ് എത്രത്തോളം സമയം പോകുന്നു, എക്സ്പയറിയിലേക്കുള്ള ടൈം നിങ്ങൾ പോവുകയാണ്. DK എന്ന് പറയുന്നത് അതിഭീകരമായിരിക്കും. സോ ഒരിക്കലും ഒരു പ്രീമിയത്തിനെ ട്രസ്റ്റ് ചെയ്യരുത്, പ്രത്യേകിച്ച് എക്സ്പയറി ഡേയിൽ. അത് എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ എന്നും പറയുന്നതാണ്. പല എക്സ്പയറീസിലും എനിക്ക് പേഴ്സണൽ മെസ്സേജ് വരാറുണ്ട്, ഞാൻ ഇങ്ങനെയാണ് ഞാനൊരിടത്ത് സ്റ്റക്കായി പോയി എന്ന് പറഞ്ഞിട്ട് വരുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓൾറെഡി 30-40% ഒക്കെ പ്രീമിയം DK ചെയ്തിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. ബൈയിങ് പ്രൈസിന് അടുത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതിനകത്ത് ചെയ്യാൻ പറ്റും. സോ സപ്പോർട്ട് ചെയ്യുന്നതിനും പരിമിതികളുണ്ട് എക്സ്പയറി ഡേയിലാണെങ്കിൽ എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, പേഴ്സണലി എനിക്കൊരു ടെക്സ്റ്റ് ചെയ്താൽ മതിയാവും. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത്. ഇൻട്രാഡേയിൽ വാച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്സ്, ഒന്ന് JK സിമെൻറ്റ് നോക്കാം, രണ്ടാമത് അദാനി സ്റ്റോക്സ് നോക്കാം, മഹീന്ദ്ര നോക്കാം. ഹ്യുണ്ടായി മോട്ടോഴ്സ് അത്യാവശ്യം നല്ല ബുക്കിങ്സ് വന്നിട്ടുണ്ട്. 11,000 ബുക്കിംഗ് ആണ് വന്നിട്ടുള്ളത് GSTയുടെ റേറ്റ് കട്ട് കാരണം. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യുണ്ടായി മഹീന്ദ്ര എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻട്രാഡേ പിക്കാണ്. അത് നോക്കുക. അതുപോലെ ഞാൻ തന്നെ കേട്ടിട്ടില്ലാത്ത സ്റ്റോക്സിനകത്ത് ഇൻട്രാഡേ എടുക്കുന്നത് ഞാൻ ഒരുപാട് പേരുടെ മെസ്സേജിൽ ഞാൻ കാണുന്നുണ്ട്. ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഉള്ള, എല്ലാ പേർക്കും അറിയുന്ന സിമ്പിൾ ഒരു ക്രൈറ്റീരിയ ആണ്. ഒരു സ്ക്രീനറായിട്ട് വേണമെങ്കിൽ കൂട്ടിക്കൊള്ളുക. നമുക്ക് പരിചിതമായിട്ടുള്ള സ്റ്റോക്കിൽ മാത്രം ട്രേഡ് ചെയ്യുക. ലിക്വിഡിറ്റി ഉണ്ടാവും, മേടിക്കാൻ, നിങ്ങൾ വിൽക്കുന്നിടത്ത് നിന്ന് മേടിക്കാൻ അടുത്ത ആളുണ്ടാവും എന്നുള്ളതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ലെവൽസ് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്നും ഞാൻ പറയുന്ന ലെവലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.